ഒരു താലി കെട്ടിക്കഴിഞ്ഞ് അന്നത്തെ സൂര്യൻ അസ്തമിച്ച നമ്മുടെ നാട്ടിൽ ആദ്യരാത്രിയായി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൂര്യൻ അസ്തമിച്ച പിന്നെ പകല? അത് ഇവരുടെ കൂട്ടത്തിലൊരു ചടങ്ങാണെന്നേ. ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തമുണ്ട്, അതാണ് ശാന്തി മുഹൂർത്തം. അതെപ്പോഴാ? അത് തന്നെ തലയെഴുത്ത് പോലിരിക്കും. സത്യം പറയല്ലേ കുട്ടനായരെ, ശാന്തി മുഹൂർത്തമൊക്കെ ആസ്വദിക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം. ഞാനിപ്പോ എന്താ ചെയ്യാ? ആ കൗണ്ടർ നിനക്കൊരു വീട് തരുമെന്നല്ലേ പറഞ്ഞ്, ശാന്തിയോട് താമസിക്കേ. അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ. കുട്ടനായരന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. മൂപ്പര് ഇതിലും വലിയ കൗണ്ടറാ. അത് കൗണ്ടറല്ല, ആറ്റം ബോംബാ. ഇത്ര പാരവശ്യം താനം തേടോ അർദ്ധരാത്രി അവള് കൊണ്ടു കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറിപ്പോയതാ. ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു. എന്നാലെ കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചാടണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ എന്റെ വീട്ടിലറിഞ്ഞ് അവരെന്നെ വെട്ടിക്കൊല്ലും. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ, ഞാനിപ്പോ വീഴും. നീ എല്ലാം മുരുകന് വിട്ടോട്, അവൻ വഴി കാണിച്ചു തരും. ഹരി ഹരി, തനിക്ക് ഭാഗ്യം തെളിഞ്ഞോ മാപ്പിളെ? താലി കെട്ടിക്കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തിയതും ഉനക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കും. എങ്ങോട്ടാ? ഹരിയുടെ നാട്ടിലേക്ക്. എന്താ എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെയാ. ഞാനങ്ങ് പേടിച്ചു. അച്ഛാ, ഗോപികൃഷ്ണ, കണ്ണപ്പമാവ വന്നിരിക്കണോ, എഴുത്ത് വന്നിരിക്കണോ. കലക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരീഷ്ണൻ വരുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടിയത്രേ. അതേതായാലും നന്നായി, അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസം. ചബി, അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു. എപ്പോഴാ കണ്ണപ്പ അവൻ വരുന്നത്? അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവനിൽ എഴുതിയ തീയതി കുളത്തിൽ വീട് പോയെന്നാ തോന്നുന്നു മച്ചമ്പി. അയ്യോ, നിന്നോട് ആര് പറഞ്ഞത് നനയ്ക്കാൻ? അവൻ വരുന്നു അറിഞ്ഞപ്പം, അല്ല ആ വീട്ടുവേലയ്ക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു അറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് അച്ഛാ. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, ആണോ പെണ്ണോ? അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണ്. ഈ പവിഴത്തെ ആ വേഷത്തിൽ കൊണ്ടുപോകും. പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതി സമാധാനിക്കാം. എന്റെ തല കറങ്ങുന്നല്ലോ കുട്ടനായരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ, എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. ആട്ടെ, പവിഴം എന്താ പറഞ്ഞേ? உங்க வீட்டுக்கு நீங்க மாத்திரம் போக போறது சொல்றதுக்கு தான் என்ன இங்க கூட்டிட்டு வந்தீங்களா? செத்தாலும் சரி, உங்களை விட்டு நான் இங்க தனியா இருக்க மாட்டேன். ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നിപ്പ അങ്ങോട്ട് കൊണ്ടുവന്ന് അവരെന്നെ തൂക്കിക്കൊല്ലും. ഓ ദൈവം, എന്ത് പരീക്ഷണത്തിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. போன திரும்பி வருவீங்கன்னு என்ன நிச்சயம்? പവിഴം, ഞാൻ പറയുന്നത് வேண்டாங்க, என்ன விஷம் வேணாலும் போடுறேன், உங்க கூடவே வர்றேங்க. എന്നാലും താലി കെട്ടിയൊരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ? എനിക്ക് വയ്യ, പേടിയാവുന്നു. உங்களுக்கு நான் வேலைக்காரி இல்லையே, தாலி கட்டின பொண்டாட்டி. என்னால தானே உங்களுக்கு இவ்ளோ கஷ்டம் வந்துச்சு. எது வந்தாலும் நான் சகிச்சுக்கிறேன். എനിക്ക് അച്ഛനെ പേടിയാ, ഏട്ടന്മാരെയും പേടിയാ, അമ്മാവനെയും പേടിയാ. തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും. നേരായ വഴിക്കാണെങ്കിലോ പൊന്നു പോലത്തെ സ്നേഹവും. ഓ, നിന്റെ അച്ഛനെങ്ങാനും അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തലയുറ്റുക. അപ്പോ നീ തയ്യാറാണ്? ഒരു ശാന്തി മുഹൂർത്തവും കുറിച്ച് വാങ്ങി നമ്മൾ സ്ഥലം വിടുന്നു. നീ ധൈര്യമായിട്ട് പോ, വല്ല കുഴപ്പം വന്നാൽ ഓടിയാ മതി. ശവത്തെ കുത്തരുത്. അതല്ലേ ഞാൻ പറഞ്ഞു. மழற தனியா போறோம்னு பயப்படுறியா? நாங்கெல்லாம் அடிக்கடி உன்னை வந்து பாத்துக்கிறோம். குட்டநாயர, நானும் மாப்பிள்ள கூட போலான்னு இருக்கிறேன், நீயும் வரல. ഓ, പിന്നെ നെഞ്ചിൽ പിടിച്ചു. കൈയിട് കൈയിട്, വഴിയുണ്ടാക്കാം. நாயர, நான் என் பொண்ணை ரொம்ப செல்லமா வளர்த்துட்டேயா. மாப்பிள்ளை வீட்டுல அவளை கண்கலங்காம பாத்துக்குவாங்கல்ல. അവിടുത്തെ ജീവിതം അവൾക്കൊരു അനുഭവമായിരിക്കും. ரொம்ப തങ്കமான ഇടം താനേ, കവലയേ വേണ്ട. அம்மாடி, மாப்பிள்ள கூப்பிடுறாரு, என்னன்னு போய் கேளு. போ. என்ன அப்படியா? என்னங்க மாப்பிள்ள அவங்க அப்பா அம்மாவோட கலந்து பேசி சம்பந்தி மரியாதையோட நம்மள அழைச்சிட்டு போனோம்னு நினைக்கிறாரு. அடேடே, அப்படியா? அதுவும் சரிதான். அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை. குட்டநாயர, நீ போயிட்டு வந்து விஷயத்தை சொல்லு. എന്റെ ഗുരുവായൂരപ്പ. அதே யாரு? എന്റെ അച്ഛൻ. വാ. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അച്ഛപ്പി, ഞാനോട് തല്ലാൻ ഇതിൽ നിന്നും നമ്മൾ ആത്മഹത്യ ചെയ്തതാ. അച്ഛൻ മാറി നിൽക്ക്, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു.
അതുങ്ങളെ തല്ലിയ ചത്തുപോന്ന് പറയടാ. ചത്താക്കാരി അവര് നോക്കിക്കൊള്ളും, അമ്മയിൽ ഇടപെടണ്ട. പഠിക്കണം പറ ഹരീഷ, നെഞ്ചിടിക്കണു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. കൊളാക്കരുത്. ഹരീഷ്ണം വന്നു, അമ്മ ഹരീഷ്ണം വന്നു. മോനെ, എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാൻ ആകെ പേടിച്ചുപോയി. കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ 10 തവണ വീണ്ടും കക്കും. ഇത്തവണ യുവമാരെ കെട്ട തേങ്ങയല്ല, നല്ല അസല് തെങ്ങുന്തയ്യ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ. നീ വരുന്ന വഴിയാണോടാ? അതെ, അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ? അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ലക്ഷണം കൊണ്ട് നല്ലതാ മച്ചമ്പി. ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ. ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിന്റെ പേരെന്താ പെണ്ണെ? പവിഴം. നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ് അങ്ങനെ. ഞാൻ കണ്ണപ്പൻ, ഹരികൃഷ്ണന്റെ അമ്മാവനാണ്. അവൻ ജയകൃഷ്ണൻ, ഇവൻ ഗോപികൃഷ്ണൻ. ഞാനിവിടുത്തെ കാര്യസ്ഥൻ. ഹരിയുടെ അച്ഛനമ്മയൊക്കെ മനസ്സിലായല്ലോ. ആരായാലും എന്താ, അവർക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാ. ക്വസ്റ്റൻ അതിനൊക്കെ. കുട്ടിയുടെ അച്ഛനാണല്ലേ? എന്താ പേര്? എൻ പേര് ദുരൈസ്വാമി. എനിക്ക് കൊഞ്ചം മലയാളം അറിയും. ഓ, എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനീന്ന് പോട്ടെ. നീ എന്താ നീങ്ങി നിന്നത്? അല്ല, അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടും, അതുകൊണ്ടാ. കുട്ടിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. கடவுளே, நிறைய தண்ணி இருக்கே. இங்க ஒரு மாசம் எத்தனை திருடர்களை பிடிக்கும்? എന്താ? இல்ல, இந்த திருடர்களோட எண்ணம் கிடைச்சா தேங்காயோட எண்ணம் கிடைக்குமே. ஹரி சொல்லி இருக்கு, எல்லாம் அப்பாவோட ஐஸ்வர்யம் தான். ஹரி மேல நம்பிக்கை உள்ளனால தான் அவளை இந்த குடும்பத்துக்கு அனுப்பி வச்சது. நீங்க பெரிய மனுஷன், எல்லாம் பாத்துக்கணும். அவர் ரொம்ப பாவம். ഏറ്റു. എന്താ പേര് പറഞ്ഞത്? പവിഴം. അതല്ല, നിന്റെ പേര്? എന്റെ പേര് ദുരൈസ്വാമി. എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ഗവനിച്ചോളാം. എന്താ പോരെ? മതി. ഹരി ശമ്പളത്തെ പറ്റി വല്ലതും സംസാരിച്ചോ? അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും താനേ പേശണം. സകല ചെലവും കഴിഞ്ഞ് 100 രൂപ തരും. എന്താ മതിയോ? ഞാൻ എന്നെ ചൊല്ലരുത്. ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരികയില്ലേ? അറിയില്ല. അറിയാനായി. ഞാനൊന്നും വാങ്ങാറില്ല. ഒക്കെ ഇവിടെ കൃഷിയാ. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ്, പാം ഓയില്, മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങരുതില്ല? ഒന്നും വാങ്ങാറില്ല. ഒക്കെ കൃഷിയാ. ഈ കോണം വരെ. എന്താ? இதுதான் அம்பலத்தரம். எனக்கு சந்தோஷாச்சு. எந்த பிரச்சனையும் கிடையாது. அப்ப ഞാൻ പുറപ്പെട്ടുമാ? പുറപ്പെടാൻ വരട്ടെ. അതിനു മുമ്പ് ഇത്തിരി ഊണ് കഴിക്കുക. ഒരു ഉഷാറ് വരും. നിറച്ചു കഴിച്ചോളൂ കുട്ടി. എനിക്ക് തീരെ വയ്യ. കറിയൊക്കെ പേരിനേ ഉള്ളൂ. എവക്കെങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ? കൊഞ്ചം കൊഞ്ചം അരിയും. ഇനി എല്ലാം അമ്മ കയ്യിലെത്താൻ. എന്നാലും അടുക്കളയിൽ കയറണ്ട, പുറം പണി എടുത്താ മതി. അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി. ഞാൻ പറയുന്ന മനസ്സിലാവണുണ്ടോ? ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ള ആളല്ലേ? മാസത്തിൽ 7 ദിവസം പുറത്തു തന്നെ കിടക്കണം. അതിവിടെ നിർബന്ധ. പരിഷ്കാരം ഒന്നും വേണ്ട. എന്റെ ഭഗവാനെ. சொல்லுமா.
நீ அவன் பொண்டாட்டின்னு அவங்க கிட்ட சொல்லட்டுமா? எந்த பிரச்சனை வந்தாலும் ഞാൻ പാത്തുകളെ. കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്. അത് കാണുമ്പോഴാ കൂടുതൽ പേടി. എന്തിനാ പേടിക്കുന്നത്? വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും. വേണ്ടായിരുന്നു. എന്നാ അമ്മ ഒരു വാക്ക് പറ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ഊണും കഴിഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചാലോ? അല്ല, പൊള്ളാച്ചിയിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മ അവൾക്ക് വലിയ കാര്യ. ആ പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഞാനതങ്ങ് മറന്നു. അവളുടെ സ്വഭാവം എങ്ങനെ? അത് കണ്ടിട്ടല്ലേ അമ്മ ഞാനിങ്ങോട്ട് കൂട്ടിയത്. വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്താം. അതെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ പറഞ്ഞു വിടാം. ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. ആ ഓ, നായരെ, ഒരുപാട് വേദനിച്ചു എന്നറിയാം. എന്നോടൊന്നും തോന്നരുത്. ഏയ് ഒരു വിഷമമില്ല കുട്ടി. ഒരു കോമാളി വേഷം ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം. ഞാനും ഒന്ന് കെട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ വലിയൊരു തീക്കൊണ്ടതില് നീ ഒരു പാവം പെണ്ണിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ എന്താ അനുഭവിച്ചു, അവളല്ലേ അനുഭവിക്കാൻ പോണത്. എനിക്കറിയാം, എല്ലാം ഒന്ന് ശരിയാകുന്നത് വരെ. സാരല്ല, മരുമോൻ ധൈര്യത്തോടെ പോ. പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരി യോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും. അത് ഇതോടെ തീരും. പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എന്റെ പേടി. നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ, അച്ഛൻ തനി ഗുണ്ടയാ. ഏത്തന്മാരെനിക്ക് വിശ്വാസം പോരാ. വിവരം അങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാർസൽ ചെയ്ത് സ്വർഗത്തിലേക്ക് അയക്കും. എന്റെ വേഷം ഇതായിരുന്നു എന്നറിഞ്ഞ അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറും ആക്കും. നീ അവളെ കെട്ടിയെന്ന് ഇത്തിരി ധൈര്യ കഷായം കുടിച്ചോണ്ട് പറഞ്ഞ എന്താ സംഭവിക്കുക? എന്നെ അവർ ജീവനോടെ കുഴിച്ചു മൂടും. അതിത്തിരി കഷ്ടാവും, ശ്വാസം മുട്ടും. അതേതായാലും വേണ്ട. നല്ല പവിഴം പോലത്തെ ഒരു പെണ്ണ്, അതിപ്പോ കരയാണോ ചിരിക്കാണോ എനിക്ക് മനസ്സിലാവാ. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈലുണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കായിരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനിതാ പെണ്ണെ, നീ തന്നെ അങ്ങ് അടിച്ചു വാര്. അടിച്ചു വാരടാ. നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എങ്ക കുഞ്ചുലക്ഷ്മി? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നത് ഇത് കുത്തും. ഇതിനെ പതിവായിട്ട് കറക്കുന്നതേ ഞാനാ. ആ വെള്ളം ഇങ്ങേറിയ, ഇനി ആ വെള്ളം ഇങ്ങേറിയ. ഈ കുഞ്ഞുലക്ഷ്മി ഇത്തിരി കുഴപ്പക്കാരിയാ. ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആ അവിടെ നിൽക്കേ. ഞാൻ ഇവിടുത്തെ കാര്യത്ത്, നിങ്ങൾ ഇവിടുത്തെ കാര്യത്ത്. നമ്മൾ ഒരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കറന്നോടെ. പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ പെണ്ണേ, അപ്പുറത്ത് കുളമുണ്ട്. നല്ല നിലാവുണ്ട്. പേടിക്കാതെ കുളത്തിലേക്ക് ചെന്നോളൂ. സ്ത്രീകൾ കുളിക്കുന്ന കുള, അധികം ആഴമില്ല. നീന്താൻ അറിയോ? നീന്താൻ വലിയേട്ടാ, ഈ നേരത്തെ എങ്ങോട്ടാ? ഒന്ന് കുളിക്കാൻ, വല്ലാത്ത വിയർപ്പ്. ചെല്ല്, നല്ല നിലാവുണ്ട്. ഇപ്പൊ നീന്താൻ നല്ല സുഖാ. നിലാവ് നീന്തല് തമ്മിൽ എന്താണ് കഴുതേ ബന്ധം? അല്ല, എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നത്.
പവിഴം പവിഴം പേടി തോന്നുന്നുണ്ടോ പവിഴം? പേടിയില്ലല്ലോ ചേട്ടാ. അമ്മാവനോ? അല്ല, അമ്മാവി. എന്താ വീണ് കിട്ടിയ ഇത്തിരി സമയല്ലേ, അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ. നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം. നീ ശരിക്കും ഇവിടുത്തെ വേലക്കാരിയായി മാറി അല്ലടി? இல்லைங்க, எனக்கு எந்த கஷ்டமும் இல்லை. உங்க அம்மா ரொம்ப நல்லவங்க. என்னால் இந்த குடும்பத்துக்கு எந்த பிரச்சனையும் வராது. கொஞ்ச நாளைக்கு இப்படின்னு தானே சொன்னீங்க, அதுக்கப்புறம் எல்லாம் சரியாயிரும்ல? ശരിയാവും, ശരിയാക്കണം. விடுங்க, சாந்தி முகூர்த்தத்துக்கு முன்னால இதெல்லாம் வேண்டாங்க. അതവിടെ, ഇവിടെ എല്ലാം സ്നേഹമാ. സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം. താലി ഞാൻ കുളിക്കാൻ വരുമ്പോ തന്നെ നിനക്കും കുളിക്കണം അല്ലേ? ഒരുമിച്ച് കുളിക്കുമ്പോഴല്ലേ അമ്മാവാ ഒരു രസം. കുളിക്കാൻ പറ്റിയില്ല അല്ലേ? എനിക്ക് നീ കുളിമുറി കുളിച്ചാ മതി. വാ. മാണിക്യ വീണ ഉലാളയന്തി മദാലസ മഞ്ജുള വാക്വിലാസ മഹേന്ദ്ര. മച്ചമ്പിയും പിള്ളേരും ഉറങ്ങിയോടി? ആ, മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട്. എന്താ നിങ്ങൾക്കൂടെ പോണോന്നുണ്ടോ? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ, നിന്റെ പേരെന്തുവാടി? ബാനു, ഭാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങള്. ഇവിടെ എന്താ ഒരു മരാമത്ത് പണി? ഇങ്ങനെ ഞാൻ തറയ്ക്കാം. പവിഴം ഇനി അവൾക്കൊരു ആണിയടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നു അല്ലേ പവിഴം? അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ്. മാണികത, നീ പോടാ. കുട്ടിക്ക് ഇപ്പോ എന്താ ഇവിടെ തൂക്കേണ്ടത്? വേണേ ഞാനൊരു പടം തരാം. ഇതാരാ, മുത്തച്ഛനാ? കടവുൾ. കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. പെങ്ങളെന്താ ഇവിടെ? ആങ്ങളെന്താ ഇവിടെ? ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല. ആ സമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ. 5-6 ആണുങ്ങളുള്ള വീടാ. പേരുദോഷം കേൾപ്പിക്കരുത്. ഭാഷ തമിഴായാലും ശരി, തെലുങ്കായാലും ശരി, കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം. എന്താടാ? അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു, അതുകൊണ്ട് പറയാ. ഞാൻ പറയുന്നിട്ട് ബഹളം വെക്കരുത്. പൊള്ളാച്ചിയിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്സോർത്തോണ്ടും പറയുക. അവളോട് തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല. അവിടെ എന്ത് സുരക്ഷിത്വം അമ്മയുള്ളത്? പുറത്തുനിന്നൊരുത്തൻ ജെല്ലി കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മൾ ആരെങ്കിലും കേൾക്കോ? അവളകത്ത് കിടത്ത്. ഇനി നീ ഇതിനകത്ത് കിടന്നു.
ആ കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ. ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയാ. പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിലാരോ ഇതിനകത്ത് ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറ, കൂട്ടിന് ആരെങ്കിലും വേണോ? ഞാൻ വന്ന് കിടക്കാം. ഓ, ഞാൻ പറയുന്നതൊന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നീ കഥയും ചെല്ലൊക്കെ അടച്ച് കിടന്നുറങ്ങ്. നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തു അല്ലേ? നന്നായി. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ. അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അല്ലമാവ വീട് നന്നായടാ. ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാ നീ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. ഇനി ഭക്ഷണവും കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും. പവിഴം അടുക്കളയിൽ കയറണ്ടെന്നാ പെങ്ങള് പറഞ്ഞത്. ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ. ഉറങ്ങണില്ലേ? ഉണ്ട്. അവളോട് താമസം മാറി. സംസാരിച്ചേക്കാൻ നേരമില്ല. പെട്ടെന്ന് പോണം. ആരൊക്കെയാണ് പിന്നിലുള്ളതെന്ന് പോലും എനിക്കറിയില്ല. പിടിച്ചു പോയാൽ ആ കുഴപ്പം. സൗഖ്യമാ? എന്തു വന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് നിന്നെ വന്നൊന്ന് കാണണം എന്നുള്ള വാശിയിലായിരുന്നു. അത് സാധിച്ചല്ലോ. കിടന്നോളൂ. ഞാനങ്ങ് ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ മതി. സമയം കിട്ടുമ്പോൾ ഇതിനൊക്കെ ഒന്ന് കാണാം. പോയി പടുത്തിട്ട് തൂക്ക്. ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട്. നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ? ഇതല്ലേ മച്ചമ്പി കോലം? വരച്ചു വരച്ചതിപ്പോ ഒരു കോലത്തിലായത് ലക്ഷണമുണ്ട്. അവള് വരയ്ക്കുന്നതേ നമുക്ക് തിന്നാനുള്ള പുട്ടിന്റെ പൊടിയെടുത്താ. തലയ്ക്ക് അസുഖം വല്ല ആണെങ്കിലേ എല്ലാത്തിനും പൊക്കിയെടുത്ത് ഞാൻ പുറത്തെറിയും. മനുഷ്യർ തിന്നാനുള്ള സാധനം എടുത്താണ് അവിടെ മുറ്റത്ത് വരച്ചു കളിക്കുന്നത്. കേറി പൊടിയകത്ത്.
എന്തിനാണ് ആ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? ഞാൻ എല്ലാം കാണുന്നുണ്ട്. പെങ്ങളെ, അവളൊരു കോലം വരച്ചതാ. അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ ചെയ്തൊരു തൊഴിലായത്. ഈ കിടക്കുന്നൊരു മഹാലക്ഷ്മിയാ. ഒരു പെൺകുട്ടി വീടിന്റെ മുറ്റത്ത് മഹാലക്ഷ്മിയെ കൊണ്ടിരുത്തുമ്പോ വേണ്ടാന്ന് പറയണ വച്ചപ്പി. പറയണ്ട. வீடுனா கோலம் போடுறதுதான் வழக்கம். அப்பதான் லட்சுமிகரமா இருக்கும். கோலம் மாவுன்னு நினைச்சுதான் அதை எடுத்தேன். പുട്ട് ചുടാൻ വെച്ചിരുന്ന പൊടി എടുത്ത് നിന്നോട് ആരാ കോലം വരയ്ക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ? അമ്മ അടിപ്പാங்களா? അമ്മ അടിക്കാൻ വന്ന ബോധം കെട്ട് വീണു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ, എന്താ നീ അവളോട് എന്ത് തെമ്മാടിത്തരാ കാണിച്ചേ? അവളെന്താ കരഞ്ഞോണ്ട് പോന്നെ? വൃത്തിയായിട്ട് കാണിച്ച കൊന്നുകളയും ഞാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്രശ്നം വേറെയാ. എന്താ പ്രശ്നം? അവൾ ഇന്നലെ രാത്രി ജയേട്ടനോട് സംസാരിച്ചെന്നും പറഞ്ഞ് അമ്മ അവളെ പൊതിരെ തല്ലി. ഞാൻ എപ്പോ സംസാരിച്ചു? ജയേട്ടന് ഇപ്പൊ അവസ്ഥയ്ക്ക് പോണ്ട. தெரியாம இந்த தப்பு செஞ்சுட்டு இனிமே இப்படி செய்ய மாட்டேன். എന്നെ മன்னிച്ചിടുங்க. നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും. ചിലപ്പോ അടിച്ചെന്നും വരും. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഇതെന്താ? ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് അവക്ക് കൊടുത്തത് അല്ലേടാ? ഹരീഷ്ണ, ഹായ്, ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ. എന്താണെന്നറിയില്ല, ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിച്ചുണ്ട്. പാലെങ്ങനെയുണ്ട്? പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഏട്ടാ, വെളുത്തിട്ട്. അത് തന്നെ ഞാനും ചോദിച്ചത്. ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാശാ. ചോദിച്ചാൽ ഉത്തരം പറയണം. അങ്ങനെ അങ്ങ് ദത്തെടുക്കല്ലേ. അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിലേ അവളോട് തമിഴിൽ ചോദിക്കണം. അല്ലെങ്കിൽ അവള് കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന്. അതിന്റെ നാണക്കടേ എനിക്കും കൂടാ. ഞാനാടോ കുട്ടൻ നായർ. മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത്. അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു. താൻ ജീവനോടുണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇന്ന് തീയതി 15. അടുത്ത 19 രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം. ഓർമ്മയുണ്ടോ? ഇന്ന് എത്ര രമ തീയതി? ഇന്ന് 19 അല്ലേ? ഇന്നെന്റെ ശാന്തി മുഹൂർത്ത. ശാന്തി മുഹൂർത്തോ? അതെന്താ സാറേ? അതൊരു ഭയങ്കര മുഹൂർത്ത. സകലതും തവിട് പൊടിയാക്കുന്നൊരു മുഹൂർത്തം. പവിഴ എവിടെ അമ്മേ? അവള് ചന്തയിൽ പോയി. ഇല്ല, അവളെ കാണുന്നുമില്ല. അമ്മ എന്തോ ജോലിയിലുമാണ്. അപ്പൊ ഞാൻ കരുതി ഇനി അവളെ പറഞ്ഞയച്ചിട്ടുണ്ടാവുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞയക്കണ്ട. അവളിപ്പോ എനിക്കൊരു മോളാ. അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ. എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ, അതെന്താ? തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ. മോളാണെന്ന് കരുതിയാലേ ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് കൊല്ലാമല്ലോ, അതുകൊണ്ടാ. നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം എന്ന് നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ. ചിലപ്പോ തോന്നും സത്യം എല്ലാവരോടും ഒന്ന് തുറന്നു പറഞ്ഞാലോന്ന്. പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലന്നൂരെ തോന്നും. ജയണ്ണനക്ക് എങ്കിട്ട കാതൽ ഏട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കൂല. കൊല്ലും ഞാൻ അവനെ. ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം. ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും. എങ്കെ തൊഴുത്ത് പശു അവിടെ പശുക്കളെ ഉള്ളൂ. ഇത്തിരി മനസ്സമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം. ചിരിക്കണ്ട. ഉണ്ണിയേശുന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തി മുഹൂർത്തം അവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. നീ വാ, ഞാൻ അതിനകത്തുണ്ടാവും. കുഞ്ഞുലക്ഷ്മി, ഞങ്ങൾക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം എടുത്തിട്ടുണ്ട്. അമ്മയും മോനും കൂടി അത് ചാണകട്ട് നാറ്റിക്കരുത്.
അവളെന്താ വരാത്തത്? ജയേട്ടന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ ഈശ്വര. വരും. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, ഞാൻ ഉന്നെ വിടമാട്ടേൻ, നീ എൻ പുന്നകൈ മന്നൻ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താടാ അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വണ്ണം എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കി കൊന്നിടുവേ. ആ നീ കഥ കടച്ച് തൂങ്ങ്. ഇവിടെയെങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്നാ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. അത് തിരയായിരുന്നു. മറ്റത്തേക്കോട്ടാ രാത്രിയില്. ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഓ ഗോപികൃഷ്ണ, എന്തോ പറമ്പിൽ നെല്ലിക്കായത്തുണ്ട്, 3 ചാക്ക് കിട്ടുവോ? 2.5 ചാക്ക പറിച്ചോളച്ചാ. കുറച്ചുകൂടെ പറിക്ക. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. മച്ചമ്പി,